ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക അടയാണ്. ചക്ക അടയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് നോക്കാം. ചക്ക വരട്ടിയെടുത്താണിത്. ചക്ക ശർക്കര ചേർത്ത് നെയ്യും ചേർത്ത് നന്നായിട്ട് വരട്ടി എടുത്താണ്. തേങ്ങ, ഒരു മുറി തേങ്ങ ചിരണ്ടിയെടുത്തത്. തേങ്ങാക്കൊത്ത്, അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത്, ജീരകം, ഏലക്ക എന്നിവ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണിത്. നമ്മൾ 3 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് എടുക്കാൻ പോകുന്നത്. നമുക്കിനി ഇത് കുഴയ്ക്കാം. അങ്ങനെ 3 ഗ്ലാസ് അരിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. നമുക്കിനി 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ഏലക്കയും ജീരകവും എല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ അരിപ്പൊടി, ശർക്കരയും തേങ്ങയും എല്ലാമായിട്ട് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ആ ചക്ക വഴറ്റിയിൽ തന്നെ ശർക്കര ഉണ്ടായി, അതുകൊണ്ട് വേറെ എക്സ്ട്രാ ചേർക്കേണ്ടി വന്നില്ല. ഇനി നമുക്ക് വാഴയിലയിൽ വെച്ച് അട ചുട്ടെടുക്കാം. വാഴയില അല്ലെങ്കിൽ ഇടനേലയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. നമുക്ക് ഒരല്പം എടുത്ത് ഇലയിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം. ഇത് മടക്കി ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഓരോ ഇലയിലായിട്ട് അട ചുടാൻ വേണ്ടി ഇഡ്ഡലി ചെമ്പിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടച്ചു മൂടി വെച്ച് നന്നായിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കാം. സോ വ്യൂവേഴ്സ്, അങ്ങനെ നമ്മുടെ ചക്ക അട ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നന്നായിട്ട് വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.